ഹായ് ഫ്രണ്ട്സ്, വല്ലതാണ് നമുക്കിന്ന് ടയറിൻ്റെ പ്രഷറിനെ കുറിച്ച് പറയാം. റോയൽ എൻഫീൽഡിൻ്റെ എയർ പ്രഷർ ഫ്രണ്ട് ബാക്ക് എത്ര ഇടണം എന്നുള്ളത്. ഞാൻ സാധാരണ ക്ലാസിക് സ്റ്റാൻഡേർഡ് എല്ലാ വണ്ടികളും ബാധകമാണ്. അതേമാതിരി ഹിമാലയൻ്റെ സെപ്പറേറ്റ് വരുന്നുണ്ട്. ഹിമാലയക്ക് വരുന്ന ടയർ പ്രഷറും പിന്നെ മറ്റേ കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ്. ഇപ്പോൾ ടയർ പ്രഷർ കറക്റ്റ് ആയിട്ടില്ല എന്താ സംഭവിക്കുക? ഓവർ പ്രഷർ നമ്മൾ എല്ലായിടും ഹിന്ദിക്കാരാണ് കൂടുതൽ, എല്ലാ വർക്ക്ഷോപ്പിലും സാധനം ടയർ മാറ്റുന്നിടത്തും കൂടുതലുള്ള ഹിന്ദിക്കാരാണ്. അവർ കറക്റ്റ് പ്രോപ്പറായിട്ട് എത്ര പ്രഷർ വേണം നോക്കിയിട്ടൊന്നും ആരും എയർ അടിക്കാറില്ല, അതാണ് സത്യം. പിന്നെ ടയർ പെട്ടെന്ന് തേയ്മാനം തീരുക, ടയറിന്റെ പ്രഷർ കൂടി കഴിഞ്ഞാൽ ട്രാക്ഷൻ കുറയും. കൂടുതൽ ട്രാക്ഷൻ കുറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രിപ്പ് കുറയും. റോഡുമല്ല എന്തെങ്കിലും ചെറിയൊരു ചേരലോ അല്ലോ കല്ലോ വന്നാൽ മതി, ബ്രേക്ക് ചെയ്ത വണ്ടി അപ്പോൾ സ്കിഡ് ചെയ്തങ്ങ് പോകും. അതേമാതിരി ഹൈ സ്പീഡിലൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. എന്തെങ്കിലും ചെറിയ എന്തോ നമ്മൾ കയറി കഴിഞ്ഞാൽ വണ്ടിക്ക് പെട്ടെന്ന് നമ്മൾ പിന്നെ ബോഡി മൊത്തത്തിൽ അറിയും. ആ വണ്ടി അറിയും, ബോഡി അറിയും ശരിക്കും ചെറിയതിൽ കയറി കഴിഞ്ഞാൽ. അതായത് പിന്നെ ട്രാക്ഷൻ കുറയുന്നതുകൊണ്ടാണ്. റോഡുമായിട്ടുള്ള കോൺടാക്ട് ഏരിയ കുറയാണ് ശരിക്കും ചെയ്യുന്ന. എയർ കൂടുമ്പോൾ സെൻറ്റർ മാത്രമേ ടച്ച് ആവുള്ളൂ. അപ്പോൾ അതിനനുബന്ധിച്ച് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ടയർ പെട്ടെന്ന് തീരും. ഫ്രണ്ട് സെൻറ്റർ ഭാഗം എത്തി അങ്ങ് തീരും. പിന്നെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റെബിലിറ്റി വളരെയധികം കുറയാനുള്ള സാധ്യത കൂടുതലുണ്ട്. സ്കിഡായി പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. യാത്രാസുഖം വളരെ കുറയാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയെല്ലാം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ടയർ ഫ്രണ്ടൊക്കെ അല്ലാതെ ചാടി യാത്ര വല്ലാതെ വണ്ടി ചെറിയൊരു കല്ലിലും ഏതെങ്കിലും ചേറിലോ കയറുമ്പോൾ തന്നെ വണ്ടിക്ക് ഒരു കൺട്രോൾ നഷ്ടപ്പെടുന്ന ഫീൽ ചെയ്യണം. ഫ്രണ്ടിലെ ടയറിൻ്റെ പ്രശ്നം നോക്കുക. അത് ക്ലാസിക് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ആണ്. യു സിയിൽ വരുന്ന കാറ്റഗറിയിൽ വേണ്ട ബാക്ക് 32, ഫ്രണ്ട് 22 കേട്ടോ. അത് പില്ലർ റൈഡേഴ്സ് ആണെങ്കിലും സോളോ റൈഡേഴ്സ് ആണ് അത് മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം നമുക്ക് എപ്പോഴും എല്ലാ സമയത്തും ഒരു സോളോ റൈഡ് ആകുമ്പോൾ സ്ഥിരമായി സോളോ റൈഡ് ആണെങ്കിൽ ടയർ കുറച്ച് കുറക്കുന്നതും കുഴപ്പമില്ല. എന്നാലും ആരെങ്കിലും പുറകിൽ കയറുമ്പോൾ അതിനായിട്ട് എയർ അടിക്കലൊന്നും നടക്കില്ലല്ലോ. അതുകൊണ്ട് ഒരു 22, ഫ്രണ്ട് ബാക്ക് 32 മെയിൻറ്റെയിൻ ചെയ്യാം. അതേമാതിരി ഹിമാലയ ആകുമ്പം ഫ്രണ്ട് 25 മുതൽ 27 വരെ, സോളോ റൈഡാണ് 25, ഫ്രണ്ട് 27. പില്ലർ റൈഡേഴ്സ് ആണ് 32 ബാക്കിൽ വരുമ്പോൾ. പില്ലർ റൈഡേഴ്സ് ഉണ്ടെങ്കിൽ 32 മുതൽ 34 വരെ ആവാം ബാക്കിൽ ഹിമാലയക്ക്. അപ്പോൾ ഇതാണ് ടയർ പ്രഷർ. ഈ ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് ടയറിൻ്റെ ലൈഫ് കിട്ടും. നമുക്ക് ബ്രേക്കിംഗ് കറക്റ്റ് രീതിയിൽ അപ്ലൈ ചെയ്താൽ റോഡ് ഗ്രിപ്പ് കിട്ടും. അതേമാതിരി നമുക്ക് യാത്രക്കും നല്ല ഒരു കംഫർട്ട് കിട്ടും. ഈ കാര്യം എല്ലാം ഒന്ന് ഫോളോ ചെയ്യാം. നമുക്ക് നല്ല റൈഡ് യാത്ര ചെയ്ത് വണ്ടി കൊണ്ടുനടക്കാൻ പറ്റും. നല്ല റൈഡ് ക്വാളിറ്റി കിട്ടും എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.